എന്റെ പൊന്നുമകന്റെ കള്ളുകുടി നീയൊന്നു മാറ്റണേ അല്ലാ. എത്ര പറഞ്ഞിട്ടും എന്റെ പൊന്നുമകൻ നന്നാകുന്നില്ല പടച്ചവര്. ആരൊക്കെ ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല പടച്ചവര്. എന്നെ ചീത്ത വിളിക്കുന്നു അല്ലാ, എന്നെ തല്ലാൻ കൈവെക്കുന്നു അല്ലാ. സുജൂദിൽ കിടന്ന് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. ആ പിതാവ് സുജൂദിൽ കിടന്ന മഖാം ഇബ്രാഹിമിന്റെ മുറ്റത്ത് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എന്റെ മകനെ നീയൊന്ന് നന്നാക്കണേ പടച്ചവര്. ആ ഉപ്പ എഴുന്നേറ്റു. ആ ഉപ്പ എവിടെന്ന് എഴുന്നേറ്റു. ഞാൻ എവിടെന്ന് കയ്യിൽ പിടിച്ചു പരിചയപ്പെട്ടു. ആ സമയത്ത് ആ ഉപ്പ പറയുന്നു, ഉസ്താദേ, സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വെയിലത്ത് ഇവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ജീവിതത്തിലെ പ്രയാസം മാറണോ, നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണോ, ഒരിക്കലെങ്കിലും നീയൊന്ന് സുജൂദിലേക്ക് വീട്. എല്ലാ അവയവങ്ങളും സുജൂദിൽ 7 അവയവമാണല്ലോ. ഈ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നീ താഴ്ത്തി അങ്ങ് വെച്ചിട്ട് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് പറ, മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിന്റെ വേളയാ. അതുകൊണ്ട് ദുആ ചെയ്താ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് നിങ്ങളോട് പറയുകയാ, നിങ്ങൾ സുജൂദ് ചെയ്യടോ. ആ സുജൂദിന്റെ വേളയിലാണ് ദുആ ചെയ്യേണ്ടത്. അഹങ്കാരമില്ലല്ലോ, നിനക്ക് താഴ്മയാണല്ലോ, നീ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, ആരും കാണുന്നു എന്നുള്ള ചിന്തയില്ലല്ലോ. എല്ലാം കളഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ എന്റെ റബ്ബും ഞാൻ നിന്റെ അടിമയുമാണെന്ന് പടച്ചവനോട് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്താ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ ജീവിതത്തിലെ പ്രയാസം പറയുന്ന വാപ്പാ, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ,